അസ്സലാമു വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ് ഇന്നൊരു യാത്ര ഉണ്ട്. പക്ഷെ യാത്ര എവിടുക്കാന്നുള്ളത് ഞാൻ വേറെ പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം നമുക്കൊരു റിയാക്ഷൻ വീഡിയോ എടുത്താലോ? ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് റിയാക്ഷൻ വീഡിയോസ് ഇടാറില്ല. എന്തിനാ വെറുതെ നമ്മൾ തന്നെ പറയുന്നത് വെച്ചിട്ട് ആൾക്കാർക്ക് പറയാൻ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാതിരിക്കില്ല. പല കാര്യങ്ങളും നമ്മളങ്ങനെ കണ്ണടിച്ച് വിടില്ല, നമ്മൾ കാണാനായിട്ടൊന്നുമല്ല. ഒരുപാട് ദിവസമായിട്ട് ഇടക്കും നിലക്കൊക്കെ അങ്ങനെ വീഡിയോ ഇടലുള്ളത് അല്ലേ. നമ്മളങ്ങനെ കൂടുതൽ ഇപ്പോൾ വീഡിയോസൊന്നും ഇടലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വേറെ എനിക്ക് ഇന്നലെ കുറേ ആൾക്കാർ കുറേ സംഭവങ്ങൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിയത് എന്നെ വാട്സപ്പിൽ. അപ്പോഴാണ് ഞാൻ അതിൽ കയറി നോക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിലെ കമൻസ് തന്നെ ഞാൻ വായിക്കൽ എനിക്ക് ഉണ്ടാവില്ല. ഇവല് വായിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മ വായിച്ചിട്ടൊക്കെ പറഞ്ഞതല്ലേ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോവാണേ. പക്ഷെ എന്നാലും ഇത് ഏത് വീഡിയോയിലാണ് ഈ കമൻറ്റ് വന്ന് നിൽക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നോക്കുമ്പോൾ സൗഫിയുടെ വീഡിയോയിൽ വന്ന കമൻറ്റുകളാണ്. അതിൽ കൂടുതലും വന്നിട്ടുള്ളത് ഉമ്മാക്കാണ്. ഉമ്മ വായിച്ചോ? നിങ്ങൾക്ക് എന്തായാലും പറയാനുള്ളത്? എന്ത് നമുക്ക് ജസ്റ്റ് ഒരു ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരുമകള് വരുമ്പോ അങ്ങനെ കർപ്പിച്ചിരുന്ന അതിലൊരു കാര്യണ്ട്. ഇനിയിപ്പോ ഈ വീഡിയോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ സത്യം പറഞ്ഞപ്പോ ഒരു ജഡ്ജ്മെന്റ് ആണോ ചാനലിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. വീഡിയോ ഇടുമ്പോ കമന്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ഒക്കെ റെഡിയാണ്. ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയണാണ് ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ നിക്കണം. അപ്പൊ എല്ലാരും ഒക്കെ മറന്ന് ഒക്കെ ഇതായി വരുമ്പോ വീണ്ടും അല്ല ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഒരു സൗന്ദര്യ പണക്കൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒരുമിച്ച് എല്ലാരും ഇങ്ങനെ കഴിയുമ്പോൾ വീണ്ടും ഒരാൾക്ക് ഇപ്പൊ പണ്ട് വാപ്പ അതേമാതിരി ഹോസ്പിറ്റലിൽ പോയി വന്ന് വാപ്പാന്റെ മദ്യപാനമൊക്കെ നിർത്തി ആള് നിസ്കാരം എല്ലാം തുടങ്ങി ഒക്കെ സെറ്റായി കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മുടി വെട്ടാൻ വേണ്ടി റോട്ടിൽ പോയ ആളാണ്. അപ്പൊ അവിടുന്ന് ഇതേമാതിരി നന്നായത് കണ്ടപ്പോ എന്താക്കി ആൾക്കാരും അറിയില്ലേ എനിക്കിപ്പോ പഴയ ആളൊന്നല്ല, ആളാകെ മാറി എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഞാൻ ആൾ മാറിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കാണിക്കുമല്ലോ. ആണുങ്ങൾ അങ്ങനെയാണല്ലോ. ആ ഒരു ഇത് കാണിച്ച് വീണ്ടും പണിയായി. അതേമാതിരിയൊക്കെ തന്നെയാണ് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നാലും അവരിപ്പോ നേരങ്ങത്തിൽ പോവാണ്. അത് വരും. ഓളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ഇടങ്ങേറുണ്ടാവും അങ്ങനെ കാണുമ്പോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും വായിച്ചത് എന്താ വായിച്ചു പറയും. അധികം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഞാൻ കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ആ വീഡിയോസ് കമന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചാൽ ആ കമന്റ്സ് ഒക്കെ ഒന്ന് എടുത്താ ഇന്നിപ്പോ ഒക്കെ ബാഗില് കമന്റ്സ് ബാഗിലല്ലല്ലോ ഫോണിലല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുണ്ടോ എന്നുള്ളത് പറയാം. നമ്മള് വീഡിയോ ഇടണോ ഒക്കെ ശരിയാണ്. നിങ്ങള് ഒരാളെ കണ്ടിട്ട് ജഡ്ജ്മെന്റ് ഒന്നും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, മോൾ പൈസക്കാരി ആണെങ്കിലേ തള്ളക്ക് സർപ്രൈസ് വിസിറ്റ് ഒക്കെ സന്തോഷമുണ്ടാവൂ എന്ന് തോന്നുന്നു. ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത തള്ള ആടി അന്റെ പാടാ അങ്ങനെ സീന. ഇവർ വന്നിട്ട് 2 രാജകുമാരികൾക്ക് എണീറ്റ് വരാനായില്ലേ? ഇത്ര ടൈമായിട്ട് സോഫി മുബാറക്ക് ഇഷ്ടം. അത് രാജകുമാരികളെ വേണമെങ്കിൽ ചിലപ്പോ ഞാൻ ഈ ചക്കരനെയാ ഉദ്ദേശിച്ചത്. ഇഞ്ഞോളന്നെ ഇങ്ങോട്ട് കലിപ്പ് തീരുന്നില്ല. കാരണം ഇട്ടോലെന്നെ 2, 3, 4 കമന്റ് ഇടുകയാണ്. നമ്മളെ കുടുംബം ഇങ്ങോട്ട് ചിന്നി ചിതറിനെ കാണാനാവുകയാണെങ്കിൽ ഇവർക്ക് ചക്കര ഹസ്ബൻഡ് അവരോടാണ് ഇഷ്ടം, ഞമ്മക്ക് ഓലോടാണ് ഇഷ്ടം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. സോഫിക്ക് സ്വന്തമായ ഒരു വീടുണ്ടാവട്ടെ, അൽഹംദുലില്ലാ. പടം വന്നാലെല്ലാം താനേ വരും. ഹക്കീം വിലയില്ലാത്തിടത്ത് വെറുതെ പോവരുത്, കഷ്ടമൊന്നും നോവലാണല്ലോ ഇത്. സർപ്രൈസ് അവരൊക്കെ എവിടെ പോയി? ഷബ്ന സർപ്രൈസ് ആയോണ്ടാണ് സിനു പോവാതിരുന്നത്. എപ്പോഴും സൗഫി നിൽക്കാൻ വരുമ്പോ സിനു എന്തേലും പറഞ്ഞു ഓളാടാവുന്നു. പിന്നെ നിങ്ങൾ വന്നതും ചക്കര പോയി. അവർ മൗനത്തിലൂടെ പറയാത്തതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു പറയാതെ മറുപടി കൊടുക്കുകയാണ്. ഒരു പോയി ഇന്നലെ വന്നപ്പോത്തിന് അതുകൊണ്ടാണ് പോയത്. പിന്നെ ഒരു കമന്റ് എന്താ, സൗഫി ചക്കരയെ ഓടിക്കാൻ വന്നതാണ്.
ഈ ചക്കര നിജാസ് വരുമ്പോൾ ഉള്ള വെളിച്ചം ആർക്കും ഇല്ല, അതെന്താ? നല്ലൊരു കമന്റ്, പേര് വായിക്കണ്ടേ നമ്മള്? ഷീബാഷറി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനസ്സിന്റെ ഉടമയെ തോന്നുന്നുണ്ട്. പാവങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ നല്ല കമന്റുകൾ ഇടൂ, അവർ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയട്ടെ. പാവം സോഫി, എത്രയൊക്കെ ആണെങ്കിലും നാട് വിട്ടുള്ള ജീവിതം നാട്ടിലെത്തുമ്പോൾ സന്തോഷം തോന്നും. ഇനി ഈ ബാഡ് കമന്റ് ഇടുന്നവർക്ക് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതാണോ? നിങ്ങളുടെ പ്രശ്നം എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് കാണാതെ പോസിറ്റീവ് മാത്രം കാണുക. അതിലൂടെ അവസാനിപ്പിക്കല്ലേ? ഉമ്മാക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ വന്നത്? ഉമ്മന്റെ വായിക്കണ്ടിയേ. ഈ തള്ളക്ക് പെൺകുട്ടികളോട് ഒരു ഇഷ്ടമില്ല, സോഫിയ ഒരു വിലയുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേക്ക്. ഇതില് നിങ്ങൾ ചിലപ്പോ എന്ത് ഉദ്ദേശം കൊണ്ടാണ് ആ കമന്റ് ഇട്ടതെന്നൊന്നും നമുക്ക് അറിയൂല. പക്ഷെ എന്തായാലും നമ്മളെയും കൂടി അറിയുന്ന ആൾക്കാരാണ് ആ കമന്റ് ഇടുന്നത്. കമന്റുകൾ കൊണ്ട് പ്രശ്നങ്ങൾ കുറെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ വരും. അതായത് ഇപ്പൊ നമുക്ക് പറയട്ടെ, എന്തെങ്കിലും സാധനം തട്ടിമുട്ടി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവൂലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ഉമ്മ ഇങ്ങനെ പറയില്ലേ, ഏത് നമ്മളിപ്പോ ദേഷ്യത്തിൽ ഒരാളോട് പറയുമ്പോ നമ്മളത് പ്രതികരിക്കുമ്പോ ഇവർക്ക് ഇനി അടുത്ത ചോദ്യം വരിക, ഇവർക്ക് വണ്ടിയായി, പവർ കൂടി, അഹങ്കാരം കൂടി, മുതല് കൂടി, നിങ്ങൾ നമുക്ക് മുതല് കൂടി, ഇത് കൂടി എന്നല്ല. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മള് ഒരാൾക്കാർ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോ നമ്മൾ വീഡിയോ ഇടുമ്പോ കമന്റ്സ് വരും, ഓക്കെ. പക്ഷെ ഒരു കുടുംബം തകർക്കണ കമന്റ്സ് വരുമ്പോ ആരാരും പ്രതികരിച്ചു പോകൂലേ. നമ്മളിപ്പോ വീഡിയോ ഇടുന്നുണ്ട്, അതിന്ന് പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്നും, എന്താണ് അതൊക്കെ കേട്ട് നിങ്ങൾ എല്ലാരും പറയണ ഇങ്ങനെ കേട്ട് ഒരു കുടുംബ തകരണ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ ഇങ്ങനെ താന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയും, എനിക്ക് മനസ്സിലായില്ല. തിരിച്ചു വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ സർപ്രൈസ് ആയിട്ട് വന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ അറിയണം, അല്ലെങ്കിൽ ഈ സർപ്രൈസ് ആയിട്ട് വന്ന ആൾക്കാർ നമ്മള് അറിയണം. ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മാക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഉമ്മാന്റെ മുഖം അതിൽ കാണിക്കാത്തത്, ഉമ്മ തലയിൽ തട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഈ ബാക്ക് ക്യാമറയുടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മറ്റേ അന്ന് ചക്കരി നിജാസ് വന്നപ്പോ ഏകദേശം നമുക്ക് സൂചനകൾ കിട്ടിക്കണേ. ഓല് വന്ന സമയം ഇവര് വന്ന സമയം രണ്ടും മാറ്റണ്ട്. ഇവര് വന്നത് ഇവര് 5 മണിക്കും, ഓല് വന്നത് എന്ന് വരുന്ന മാതിരി 11 മണിക്കൂറാണ്. അന്ന് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കണുള്ളൂ. അപ്പൊ അത് മാറ്റണ്ട. അപ്പൊ വെറുതെ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കുത്തി തുറന്നുകാണ്ട് ഉണ്ടാക്കൂല. എന്താ പറയാ, ഈ അടുത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു നോക്കുന്ന ആളുകളാണ് മിക്കവാറും. ഇനി ഇവർക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓല് സന്തോഷിക്കട്ടെ എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, നമ്മളിതെല്ലാം അങ്ങനെയല്ല. ഇതിപ്പോ വീഡിയോ ഇടുന്നോണ്ടല്ല നൗഫൽ ഇത് കേൾക്കുന്നത്, അതുകൊണ്ട് വീഡിയോ ആണ് നിർത്തിക്കൂടെ എന്നൊക്കെ എല്ലാവർക്കും പറയാം. ഞാൻ ഓൾറെഡി പറയട്ടെ, ഞാൻ എന്നോ ഇടല് തുടങ്ങിയതാണ് വീഡിയോസും കാര്യങ്ങളും. ഇത് നമ്മുടെ ഒരു വരുമാനത്തിന്റെ വേറൊരു ഭാഗം കൂടിയാണ്. അപ്പൊ പിന്നെ അതും പറയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. കേൾക്കേണ്ടത് അതേമാതിരിയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് എന്നോ അറിയാം. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, സ്വയം ചിന്തിച്ചു നോക്ക്. ഇതിങ്ങനെ പറഞ്ഞ ഓലിക്ക് ഇത് കാണുന്ന ആളുകൾക്ക് വിഷമമുണ്ടാവും. ഓല ഇത് പണ്ട് അങ്ങനത്തെ ഓലിക്ക് അന്ന് ഇപ്പൊ സൗഫിക്കാണെന്നുണ്ടെങ്കിൽ, നമ്മക്കാണെന്നുണ്ടെങ്കിൽ, നിജാസിനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ടൈമിൽ ഇങ്ങനെ എന്താ പറയാ, ഒരു സൗന്ദര്യ പണക്കം പോലെ ഉണ്ടായി. എല്ലാം ഒത്തുകൂടി വീണ്ടും അതിലോട്ട് എല്ലാം മറന്ന് എല്ലാവരും ഒത്തുകൂടി സന്തോഷിക്കുമ്പോൾ വീണ്ടും അതിലോട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണത് ആർക്കും അതിലും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. നമ്മളതാ പറഞ്ഞോളൂ. ഇനി കൂടുതലൊന്നും പറയാനില്ല. നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അത് പല വീട്ടിലും ഇനിയിപ്പോൾ അവരുടെ ഫാമിലിയിലെ ആൾക്കാർ കാണും, മറ്റൊരു ഫാമിലിയിലെ ആൾക്കാർ കാണും. അപ്പൊ അതൊരു കമന്റ് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത് എന്ന് പറയണുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം രക്ഷപ്പെടണം കാണാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഫോളോവേഴ്സാണ്. ഇപ്പോ കുടുംബം തെറ്റിക്കാൻ നോക്കുന്നതും എല്ലാവരും നമ്മൾ പറയില്ല കേട്ടോ. അതായത് കുറച്ച് പേർക്ക് ഇപ്പോൾ ഭയങ്കര എന്താ അറിയില്ല, നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ വേറൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. നമ്മൾ രക്ഷപ്പെട്ടോണ്ടാണോ, അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടോണ്ടാണോ അതങ്ങനെ, അതോ എന്നും അങ്ങനെ തന്നെ നിൽക്കണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴും നമ്മളെ സന്തോഷം കാണുന്ന ഒരുപാട് നമ്മള് ഈ നിലയിൽ പറഞ്ഞാൽ നാളെ ചിലപ്പോൾ ഈ നിലയൊന്നും ഇല്ലാണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചതില്ല നിങ്ങൾക്ക്. ഞാൻ പണ്ട് മിന്നാന്ന് നാലാന്നൊരു വീഡിയോ, നമ്മൾ പഴയ വീടിന്റെ വീഡിയോ ഇട്ട് ബാത്റൂം പോലും ഇല്ലാന്ന് പറഞ്ഞില്ലേ. നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വീണ്ടും അതിലോട്ട് പോകാനൊന്നും എനിക്ക് പേടിയില്ല. ഇവരെ കാര്യമൊന്നും എനിക്കറിയില്ല, കാരണം ഇവരെ സിറ്റുവേഷനിലൊന്നും ജീവിക്കാത്ത ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാ സിറ്റുവേഷനിലൂടെയും കടന്നു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്താ പറയാ, എല്ലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി കേട്ടിക്കണേ ഒക്കെ കേൾക്കുക.
എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് ഇതൊന്നും ഒരു എന്താ ഒരു പുതുമയല്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്തായാലും ഇനി ആക്ഷൻ മാത്രമേ ആയിട്ട് കാണരുത്. നമ്മുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. അത്രേ ഉള്ളൂ എനിക്ക് അറിയേണ്ടത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.